ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഉഷ രഘുനന്ദനൻ. നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചെയ്തത് എക്സാമിന് വരാൻ സാധ്യതയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില ക്വസ്റ്റ്യൻസ് ആണ്. ഏത് ചാപ്റ്ററിൽ നിന്ന്? പോളിനോമിയൽസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്ന്. അപ്പോൾ ബാക്കിയുള്ള ചില ചോദ്യങ്ങളും കൂടി നമുക്കൊന്ന് ചെയ്തു തീർക്കാനുണ്ട്. അപ്പോൾ അതും കൂടി നമുക്കൊന്ന് നോക്കാം. അപ്പോൾ പി ഓഫ് എക്സ് തന്നിരിക്കുന്നത് 4x - 5 ആണ്. ഫൈൻഡ് പി ഓഫ് 2. ചോദ്യം എന്താണ്? പി ഓഫ് എക്സ് എന്ന് പറഞ്ഞ ബഹുപദം തന്നിട്ടുണ്ട്. 4x - 5 ആണെങ്കിൽ നമുക്ക് എവിടെ പി ഓഫ് 2 ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ പി ഓഫ് എക്സ് എന്ന് പറയുന്നത് 4x - 5 ആണ്. പി ഓഫ് 2 എന്ന് പറഞ്ഞാൽ എക്സിന്റെ വാല്യൂ 2 ആവുമ്പോൾ ഈ പോളിനോമിയൽ ഏത് വാല്യൂ തരും എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ അതിനുവേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത്? എക്സിന്റെ വാല്യൂ എന്ത് കൊടുക്കുക അല്ല, എക്സ് എന്താണ് അവിടെ? 2 ആണ്. സോ 4 × 2 - 5. അപ്പോൾ 4 × 2 എത്രയാണ്? 8. 8 - 5 എത്ര വരും? 3 എന്ന് വരും. അപ്പൊ ഇതിന്റെ വാല്യൂ എത്രയായി? 3 എന്നായി. ഇനി അടുത്ത ചോദ്യം. ഈ ടൈപ്പ് ചോദ്യം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത് തന്നെയാണ്. അപ്പൊ ഇവിടെ കണ്ടു, റിപ്പീറ്റ് ചെയ്യാണ് ഈ ക്വസ്റ്റ്യൻ അല്ലെ. ഇതേപോലത്തെ ക്വസ്റ്റ്യൻ എന്തായാലും ഷുവർ ആയിട്ട് എന്തായാലും ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവും. റൈറ്റ് എ ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ q of x with q of 2 is equal to 4 and q of 1 is equal to 0. അപ്പൊ ഇവിടെ എന്താ പറയുന്നത്? എക്സ് 2 ആവുമ്പോ q ഓഫ് എക്സ് എന്ന് പറയുന്നത് എത്രയാണ്? 4 ആണ് തന്നിട്ടുണ്ട്. അപ്പൊ ജനറൽ ഫോം നമുക്കറിയാം അല്ലെ. നമ്മുടെ ജനറൽ ഫോം എന്താണ്? പി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ax + b എന്നാണ്. ഓക്കെ, അപ്പോ ഇവിടെ നമുക്ക് എന്താണ്? q ഓഫ് എക്സ് ഓൾറെഡി നമുക്ക് എത്ര തന്നിട്ടുണ്ട്? 4 തന്നിട്ടുണ്ട്. 4 ഈസ് ഈക്വൽ ടു നമ്മൾ ജനറൽ ഫോമിൽ കൊടുക്കുമ്പോൾ എന്ത് വരും? എക്സിന്റെ വാല്യൂ കൊടുക്കുമ്പോൾ 2a + b എന്ന് വരും. നമുക്ക് ഒരു ഇക്വേഷൻ അവിടുന്ന് കിട്ടി. ഇനി നെക്സ്റ്റ് എന്താ പറയുന്നത്? എക്സ് ഈക്വൽ ടു 1 ആവുമ്പോൾ പി ഓഫ് എക്സ് എത്രയാണ്? 0. ക്യൂ ഓഫ് എക്സ് ആണ്. നമ്മൾ പി ഓഫ് എക്സ് എടുത്ത് ശീലായി. ക്യൂ ഓഫ് എക്സ് ഈക്വൽ ടു 0 ആണ് അല്ലെ. അപ്പൊ ഇവിടെ നമ്മൾ ഇക്വേഷനിൽ കൊടുക്കുമ്പോൾ, ഈ ഒരു ജനറൽ ഫോമിൽ കൊടുക്കുമ്പോൾ 0 ഈസ് ഈക്വൽ ടു എക്സിന്റെ വാല്യൂ 1 ആണ്. സോ ഇക്വേഷൻ എന്തായി മാറും? a + b എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ ഇങ്ങനെ നമുക്ക് 2 ഇക്വേഷൻ കിട്ടും. ഇനി 2 ഇക്വേഷൻ നമ്മൾ എന്താ ഫസ്റ്റ് ഡിഗ്രി എഴുതാനാണ് പറയുന്നത്. ഫസ്റ്റ് ഡിഗ്രി എഴുതണമെങ്കിൽ ഇതാണ് നമ്മളുടെ ഫസ്റ്റ് ഡിഗ്രി അല്ലേ. നമുക്കറിയാം ഫസ്റ്റ് ഡിഗ്രി, സെക്കൻഡ് ഡിഗ്രി, തേർഡ് ഡിഗ്രി നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. അധികം എക്സാമിന് ഫസ്റ്റ് ഡിഗ്രി ആണ് വരിക, പക്ഷെ സെക്കൻഡ് ഡിഗ്രി വരില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫസ്റ്റ് ഡിഗ്രിയാണ്. അധികം ചോദിച്ച് കണ്ടിരിക്കുന്നത് ഫസ്റ്റ് ഡിഗ്രിയാണ്. അപ്പോൾ ഇതിൽ കൊടുക്കാനാണ് പറയുന്നത്. പക്ഷെ ഇതിൽ കൊടുക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? എൻ്റെയും ബിൻ്റെയും വാല്യൂ ഇവിടെ ഫൈൻഡ് ചെയ്യണം അല്ലേ. ഇതാണ് നമ്മളുടെ മെയിൻ ഇക്വേഷൻ, ഫസ്റ്റ് ഡിഗ്രിയുടെ ഇക്വേഷൻ. ദിസ് ഇസ് അവർ ഇക്വേഷൻ സ്റ്റാർ. ഇതിലാണ് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. പക്ഷെ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? എയും ബിയും ഫൈൻഡ് ചെയ്യാം. അപ്പോൾ ആദ്യം വലിയ ഇക്വേഷൻ എഴുതുക. a + b = 4. നെക്സ്റ്റ് a + b = 0. 2 ഇക്വേഷൻ എഴുതിയല്ലോ. ഇനി 2 ഇക്വേഷൻ സബ്ട്രാക്ട് ചെയ്യുക. സെക്കൻഡ് ഇക്വേഷൻ ഫസ്റ്റ് ഇക്വേഷൻ, സെക്കൻഡ് ഇക്വേഷൻ നമ്മൾ സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? 2a ന്ന് 1a പോയാൽ 1a. b എന്തായി? ക്യാൻസൽ ആയി. 4 ന്ന് 0 പോയാൽ എത്ര കിട്ടും? 4 എന്ന് കിട്ടും. സോ എന്റെ വാല്യൂ എത്രയായി? 4 ആയി. a മാത്രം പോരാ, ബിയും കൂടി വേണമല്ലോ. അപ്പോൾ ഈ ഇക്വേഷൻ ഫസ്റ്റ് ഇക്വേഷനിൽ നമ്മൾക്കൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. 0 ഈസ് ഈക്വൽ ടു 4 + b. സോ b ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? ഈ +4 അപ്പുറത്തേക്ക് പോകുമ്പോൾ -4 ആവും. എൻ്റെയും ബിൻ്റെയും വാല്യൂ കിട്ടി. ഇനി ഈ എയും ബിയും നമുക്ക് എന്ത് കൊടുക്കണം? ഈ ഒരു സ്റ്റാർ എന്ന് പറഞ്ഞ ഇക്വേഷൻ ഉണ്ടല്ലോ, കാരണം ഫസ്റ്റ് ഡിഗ്രി ഫൈൻഡ് ചെയ്യാനാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. സോ എയും ബിയും കിട്ടിയത് നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഈക്വൽ ടു എ എന്ന് പറയുന്നത് 4x അവിടെ, അതേപോലെ തന്നെ പ്ലസ് ബി എന്ന് പറയുന്നത് +b എന്താണ് അവിടെ? -4 ആണ്. സോ ദിസ് ഈസ് അവർ ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷൻ. അപ്പൊ എന്താണ് ചെയ്തത്? ആദ്യം നമ്മൾ പി ഓഫ് 2 ഫൈൻഡ് ചെയ്തു. പിന്നെ ഇവിടെ പറഞ്ഞത് ഫസ്റ്റ് ഡിഗ്രി കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ആദ്യം ഫസ്റ്റ് ഡിഗ്രിയുടെ ജനറൽ ഫോം ആദ്യം കൊടുക്കുക. ax + b ഒന്നാകൃതി, ഫസ്റ്റ് ഡിഗ്രി ഒന്നാകൃതി കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ax + b കൊടുക്കുക. എന്നിട്ട് എയും ബിയും എന്ത് ചെയ്യുക? നമ്മളവിടെ ഈ ഒരു ഡേറ്റ അവിടെ തന്നിട്ടുള്ള ഇൻഫോർമേഷൻ തന്ന അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം? അതിനൊന്ന് സോൾവ് ചെയ്ത് എടുത്ത് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The length of a rectangle is 2 cm less than 3 times its breadth. ഇതേപോലെ ഒരു ചോദ്യം നമ്മൾ കഴിഞ്ഞ ഇതിൽ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിരുന്നു.
അപ്പൊ ഇവിടെ പറയുന്നത് ലെങ്ത് ഓഫ് എ റെക്ടാംഗിൾ ഈസ് 2 സെന്റിമീറ്റർ ലെസ് ദെൻ 3 ടൈംസ് ഇസ് ബ്രെഡ്ത്ത്. എത്രയാണോ ബ്രെഡ്ത്ത് ഉള്ളത്, വീതിയെക്കാട്ടിലും 2 സെന്റിമീറ്റർ കുറവാണ്. എത്രയും വീതിയെക്കാട്ടിലും 3 ഇരട്ടിയിൽ 2 സെന്റിമീറ്റർ കുറവാണെന്ന് ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പൊ ഫസ്റ്റ് ചോദ്യം ഇങ്ങനെയാണ്, ഇഫ് ദ ബ്രെഡ്ത്ത് ഈസ് എക്സ് സെന്റിമീറ്റർ. അപ്പൊ വീതി അവിടെ എടുക്കാൻ എക്സ് അവിടെ പറഞ്ഞിട്ടുണ്ട്. വീതി എക്സ് ആണെങ്കിൽ നമ്മുടെ കണ്ടീഷൻ എന്താണ്? ആ വീതിന്റെ 3 ടൈംസിൽ നിന്ന് എന്ത് കുറയ്ക്കണം? 2 കുറച്ചാലാണ് നീളം കിട്ടുക എന്ന് പറയുന്നുണ്ട് അല്ലെ. ദെൻ വാട്ട് ഈസ് ഇസ് ലെങ്ത് ഇൻ ടേംസ് ഓഫ് എക്സ്? എക്സിന്റെ രീതിയിൽ നമുക്ക് ലാംഗ്വേജിൽ നമുക്ക് എങ്ങനെ എഴുതാം? ലെങ്ത് ഈസ് ഈക്വൽ ടു 3x മൈനസ് 2 എന്ന് എഴുതാം. ഓക്കെ, അതാണ് നമ്മളുടെ ഫസ്റ്റ് ആൻസർ. ഇനി സെക്കൻഡ് നോക്കി നോക്കുക. ടേക്കിംഗ് ഇറ്റ്സ് പെരിമീറ്റർ എസ് പി ഓഫ് എക്സ്. ഇവിടെയും നമുക്ക് എന്ത് കാണണം? ചുറ്റളവ് കണ്ടുപിടിക്കണം അല്ലെ. റൈറ്റ് ദ റിലേഷൻ ബിറ്റ്വീൻ പി ഓഫ് എക്സ് ആൻഡ് എക്സ് ആസ് ആൻ ഇക്വേഷൻ. അപ്പൊ പി ഓഫ് എക്സ് എഴുതണം, പക്ഷെ ചുറ്റളവ് ആണ് പി ഓഫ് എക്സ് എന്ന് പറയുന്നത്. അപ്പൊ എല്ലാം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടുന്നില്ല? എക്സ് ടേംസിൽ എഴുതണം. നമുക്കറിയാം ചതുരത്തിന്റെ എതിർവശങ്ങളെല്ലാം തുല്യമാണ്. സോ ഇവിടെ 3x മൈനസ് 2 ആണെങ്കിൽ ഇവിടെയും എന്തായിരിക്കും? 3x മൈനസ് 2 ആവും, ഇവിടെ x ആവും. ഇതെല്ലാം കൂടിയിട്ട് നമുക്കൊന്ന് ആഡ് ചെയ്ത് നോക്കാം. x പ്ലസ് 3x മൈനസ് 2 പ്ലസ് x പ്ലസ് 3x മൈനസ് 2. 4 വശവും നമ്മൾ എന്ത് ചെയ്യുക? ഒന്ന് കൂട്ടി നോക്കുക. കൂട്ടി നോക്കുമ്പോൾ എക്സ് എക്സ് ആണ്, നമുക്കറിയാം ലൈക്ക് ടേംസ് ഒരേപോലെ ഉള്ളതേ നമുക്ക് കൂട്ടാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു എക്സ് 3x, അപ്പൊ 4x ആയി, 5x ആയി, 5ൽ 3 കൂട്ടിയ 8x എന്ന് കിട്ടും. ഇനി -2 -4 എന്ന് കിട്ടി. ഇതാണ് നമ്മളുടെ ഈ ചതുരത്തിന്റെ എന്ത്? ചുറ്റളവ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി മൂന്നാമത്തെ സി പാർട്ട് എന്താ പറയുക? ടേക്കിംഗ് ഇറ്റ്സ് ഏരിയ ആസ് എ ഓഫ് എക്സ് സ്ക്വയർ സെന്റിമീറ്റേഴ്സ്, റൈറ്റ് ദ റിലേഷൻ ബിറ്റ്വീൻ എ ഓഫ് എക്സ് ആൻഡ് എക്സ് എസ് എൻ ഇക്വേഷൻ. പരപ്പളവ് തന്നെ അല്ലേ, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചെയ്ത അതേ ക്വസ്റ്റ്യൻ തന്നെയാണ്, പക്ഷെ ടേംസ് ഒക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ ടൈപ്പ് ചെയ്ത് പഠിക്കുക. അപ്പോൾ പരപ്പളവ് എന്താണ്? നീളം ഇൻറ്റു വീതിയാണ്. നീളം ഇൻറ്റു വീതി നമ്മൾ എഴുതി. ഇനി ഒന്നും കൂടി വേണമെങ്കിൽ നമുക്ക് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് വേണമെങ്കിൽ എഴുതാം. ഇതേപോലെ എക്സ്പ്രഷൻ എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഒന്നും കൂടി സിംപ്ലിഫൈ ചെയ്ത് സമയം ഉണ്ടെങ്കിൽ എഴുതുക എക്സാമിന്. എക്സ് ഇൻറ്റു 3x എന്ന് പറഞ്ഞാൽ 3x സ്ക്വയർ മൈനസ് എക്സ് ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ 2x. എപ്പോഴും ഒരു പോളിനോമിയലായി എഴുതുന്നതാണ് നല്ലത് അല്ലേ. പോളിനോമിയൽ ചാപ്റ്റർ ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അതൊന്ന് ഓപ്പൺ ചെയ്ത് പോളിനോമിയൽ പോലെ എഴുതാവും നന്നാവുക. അപ്പൊ ഇങ്ങനെ എഴുതി വയ്ക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. If the length of one side of a square is taken as x centimeters and its perimeter as p of x, then perimeter is. ഇപ്പൊ ഏകദേശം ഒരേപോലത്തെ ചോദ്യം തന്നെയാണ്. ഇവിടെ സ്ക്വയർ ആണെന്ന് മാത്രം. സ്ക്വയറിന്റെ ഒരു സൈഡ് എക്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം അല്ലെ, സമചതുരത്തിന്റെ ഒരു സൈഡ് എക്സ് ആണെങ്കിൽ ബാക്കി എല്ലാ സൈഡും എന്തായിരിക്കും? എക്സ് ആയിരിക്കും. സമചതുരമാണല്ലോ. അപ്പൊ പി ഓഫ് എക്സ് എത്രയായി? ചുറ്റളവ് എത്രയായി? എക്സ് പ്ലസ് എക്സ് പ്ലസ് എക്സ് പ്ലസ് എക്സ്. 4x കൂടി ആഡ് ചെയ്ത 4x എന്ന് കിട്ടും. നെക്സ്റ്റ്, ഇഫ് ഈച്ച് സൈഡ് ഓഫ് എ സ്ക്വയർ ഈസ് ഇൻക്രീസ്ഡ് ബൈ 3 സെന്റിമീറ്റർ. ഓരോ വശവും 3 സെന്റിമീറ്റർ വീതം കൂട്ടി എന്ന് വിചാരിക്കുക. ഇതെല്ലാ വശവും എന്താണ്? 3 സെന്റിമീറ്റർ കൂട്ടി എല്ലാ സൈഡും. ദെൻ വാട്ട് ഈസ് ദ പെരിമീറ്റർ? അങ്ങനെ ആവുമ്പോൾ നമ്മുടെ പെരിമീറ്റർ എന്തായിരിക്കും? പി ഓഫ് എക്സ് എന്ത് കിട്ടും? എല്ലാ സൈഡിലും 3 സെന്റിമീറ്റർ കൂട്ടി. അപ്പൊ എല്ലാം കൂടി നമുക്ക് ആഡ് ചെയ്യും. ഇവിടെ ഓൾറെഡി 4x നമുക്കറിയാം അല്ലെ, 4x ഉണ്ട്. പ്ലസ് 3 പ്ലസ് 3 പ്ലസ് 3 പ്ലസ് 4 3 എത്രയായി? 12. അപ്പോ ഇവിടെ പെരിമീറ്റർ എന്തായിരിക്കും? 4x പ്ലസ് 12. ഇനി അടുത്ത പാർട്ട് എന്താ പറയുന്നത്? ഇഫ് ഈച്ച് സൈഡ് ഓഫ് ദ സ്ക്വയർ ഇസ് ഡിക്രീസ്ഡ് ബൈ 3 സെന്റിമീറ്റർ. ഓരോ വശത്തിനും 3 സെന്റിമീറ്റർ കുറച്ചു തന്നെ വിചാരിക്കാം. അപ്പൊ കുറച്ച് വിചാരിച്ചാല് ഓരോ വശം എത്രയായി? എക്സ് മൈനസ് 3 ആയി. മറ്റോടത്ത് എക്സ് 3 കൂട്ടുകയാണ് ചെയ്തത്. ഇവിടെ എന്താ ചെയ്തത്? 3 കുറച്ചു. അപ്പൊ നമ്മുടെ വി ഓഫ് എക്സ് എന്തായിരിക്കും? എക്സ് എന്തായാലും 4 പുറത്തുണ്ട് അല്ലെ. സോ 4x -3 -3 -3 -3 എത്രയായിരിക്കും? -12. ഓക്കെ, അപ്പോ ഇവിടെ നമ്മളുടെ പെരിമീറ്റർ എന്താണ്? 4x മൈനസ് 12. ഇനി ഇവിടെ ലാസ്റ്റ് ചോദ്യം എന്താണ്? വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ പെരിമീറ്റേഴ്സ് ഓഫ് ദ സ്ക്വയർസ് ഒബ്റ്റെയിൻഡ് ബൈ ഇൻക്രീസിംഗ് ആൻഡ് ഡിക്രീസിംഗ് ദ സൈഡ്സ് ബൈ 3 സെന്റിമീറ്റേഴ്സ്. നമ്മൾ 3 വശം ഒരു സൈഡിൽ കൂട്ടി, ഇവിടെ 3 സെന്റിമീറ്റർ കൂട്ടി, ഇവിടെ കുറച്ചു.
രണ്ടിന്റെയും നമുക്ക് ചുറ്റളവ് കിട്ടി. ആ ചുറ്റളവ് തമ്മിലുള്ള വ്യത്യാസം എത്രയാണെന്നാണ് ചോദ്യം. അപ്പൊ നമുക്കൊന്ന് കുറച്ച് നോക്കാം അല്ലെ. ആദ്യത്തെ എന്താണ് പി ഓഫ് എക്സ് 4x+12 ആണ് നമ്മൾ ചുറ്റളവ്. മറ്റേത് എന്താണ് രണ്ടാമത്തെ ചുറ്റളവ് 4x-12 ആണ്. എപ്പോഴും നമ്മൾ ഓർത്ത് വെക്കണം, മൈനസ് ചെയ്യുമ്പോൾ നമ്മൾ ബ്രാക്കറ്റ് ഒന്ന് ശ്രദ്ധിക്കണം. എപ്പോഴും ബ്രാക്കറ്റ് ഇട്ടാലാണ് നമുക്ക് ആൻസർ കറക്റ്റ് ആയിട്ട് കിട്ടും. ഇവിടെ നിങ്ങൾ 4x+12 എഴുതി മൈനസ് ബ്രാക്കറ്റ് ഇടാതെ 4x-12 എഴുതിയാൽ നമുക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ തെറ്റും. ഓപ്പൺ ചെയ്യാൻ നമ്മൾ ബ്രാക്കറ്റ് ഇടുന്നില്ല. ഓക്കെ, മൈനസ് ഇവിടെ ഈ സൈഡ് ലെഫ്റ്റ് സൈഡിൽ മൈനസ് വരുമ്പോൾ മസ്റ്റ് ആയിട്ടും ബ്രാക്കറ്റ് നമ്മൾ ഇട്ടിരിക്കണം. അപ്പൊ ഇവിടെ നമ്മൾ മൈനസ് ചെയ്യുമ്പോൾ 4x+12 -4x -+12 വരും. സോ 4x - 4x ഗെറ്റ് ക്യാൻസൽ. 12+12 24 സെന്റിമീറ്റർ ആണ് അതിന്റെ ഡിഫറൻസ് വരിക, 24 സെന്റിമീറ്റർ. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ പെരിമീറ്റർ ഓഫ് എ റെക്ടാംഗിൾ ഈസ് 70 സെന്റിമീറ്റർ. ഒരു ചതുരത്തിന്റെ ചുറ്റളവ് എന്ന് പറയുന്നത് 2 നീളം പ്ലസ് വീതി 70 ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത്? കണ്ടോ, ഇതും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് അല്ലെ. ഇതേ ഒരു ചോദ്യം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതേ ടൈപ്പ് ഒക്കെ വരും നമുക്ക് മനസ്സിലായില്ലേ. L+B = എത്ര വരും? 70ന്റെ പകുതി 35. അപ്പൊ ഇവിടെ L+B എത്രയാണ്? 35 സെന്റിമീറ്റർ. ഇനി നെക്സ്റ്റ്, ടേക്കിംഗ് ദ ബ്രെഡ്ത്ത് as x, വീതി x ആണെങ്കിൽ ലെങ്ത് എത്രയായിരിക്കും? റെക്ടാംഗിളിന്റെ എന്തായിരിക്കും എന്താ പറയാ, ലെങ്ത് എത്ര കിട്ടും? ടോട്ടൽ എത്രയാണ്? 35 ആണ്. ഈ 35 ഉണ്ടെങ്കിൽ ടോട്ടൽ 30, നീളവും വീതിയും കൂട്ടിയാൽ 35 ആണെങ്കിൽ അതിന്ന് വീതി അങ്ങോട്ട് കുറച്ചു. അപ്പോ നീളം എത്രയായിരിക്കും? 35 വീതി കുറച്ചതാണല്ലോ, 35 - x ആവും. അപ്പൊ ഇവിടെ ലെങ്ത് എന്തായി? 35 - x ആയി. ഇനി ഏരിയ a ഓഫ് x എടുക്കാൻ അവിടെ പറയുന്നുണ്ട്. ഏരിയ നമുക്കറിയാം നീളം ഇൻറ്റു വീതി. 2-3 പ്രോബ്ലം നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് മനസ്സിലാവേണ്ടതാണ്. x ഇൻറ്റു നീളം ഇൻറ്റു വീതി, x ഇൻറ്റു 35 - x ആയി. ഇനി ഇഫ് ദ ബ്രെഡ്ത്ത് ഈസ് 10 സെന്റിമീറ്റേഴ്സ് ഫൈൻഡ് ഇറ്റ്സ് ഏരിയ. ബ്രെഡ്ത്ത് x എന്ന് പറയുന്നതാണ് അവിടെ ബ്രെഡ്ത്ത് അല്ലെ. വീതി 10 ആണെങ്കിൽ, അപ്പൊ ഇവിടെ നമുക്ക് ഇതിൽ തന്നെ 10 കൊടുക്കുക. കാരണം വീതി എന്ന് പറഞ്ഞാൽ നമ്മുടെ x ആണ്. x അവിടെ 10 ആണെങ്കിൽ ഇവിടെ പരപ്പളവ് എത്രയായിരിക്കും? പരപ്പളവിന്റെ ഇക്വേഷൻ നമുക്ക് കിട്ടി. അപ്പൊ ഇതിൽ അങ്ങോട്ട് നമ്മൾ 10 കൊടുത്താൽ മതി. 35 - 10 എത്ര കിട്ടും? 10 ഇൻറ്റു 35 10 പോയാൽ 25. സോ 250 സെന്റിമീറ്റർ സ്ക്വയർ ഏരിയ ആണല്ലോ അല്ലെ. അപ്പൊ യൂണിറ്റ് എപ്പോഴും നമ്മൾ യൂണിറ്റ് എഴുതാൻ മറക്കരുത് കേട്ടോ. യൂണിറ്റ് എഴുതണം. യൂണിറ്റിന് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? മാർക്ക് ഉണ്ട്. ഒരു ആൻസർ എഴുതുമ്പോൾ അത് പെർഫെക്റ്റ് ആയിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻ തന്നെയാണ്. പക്ഷെ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ കഴിഞ്ഞ 2022 ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നു. പക്ഷെ എന്തായിരുന്നു, ക്വസ്റ്റ്യൻ ഇൻകംപ്ലീറ്റ് ആയതുകൊണ്ട് അത് എന്തിനാ മാർക്ക് നമ്മൾ അങ്ങനത്തെ തെറ്റുള്ള റോങ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. അപ്പൊ ഇത് ടെക്സ്റ്റിലെ ഒരു ചോദ്യമാണ്. ഇതേ ടൈപ്പ് ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഫ്രം ദ 4 corners of a rectangle, small squares of the same size are cut off and the tabs are raised up to make a box as in the picture below. ഇവിടെ നമുക്ക് ചതുരം കാണാണ്ടല്ലേ. 4 പുറത്തുനിന്നും ചെറിയ ചെറിയ ഒരു പീസാക്കി ഒരേപോലെ ഒരു പീസ് എന്ത് ചെയ്തിട്ടുണ്ട്? അതിന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് അതിനെ ഒന്ന് മടക്കി ഫോൾഡ് ചെയ്തിട്ട് ഈ ഒരു ഷേപ്പിൽ ക്യൂബോയിഡ് ആക്കി മാറ്റി. നമ്മൾ മാച്ച് ബോക്സ് ഒക്കെ കണ്ടിട്ടില്ലേ? മാച്ച് ബോക്സ് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതേപോലെ ഒരു പെട്ടിയിലാണ് മാച്ച് സ്റ്റിക്സ് ഉണ്ടാവുക അല്ലെ. അപ്പൊ ഇതിനൊക്കെ ഓപ്പൺ ചെയ്ത് മടക്കി ഉയർത്തിയിട്ടാണ് ഇങ്ങനെ ഒരു ഷേപ്പ് ആക്കി ഉണ്ടാക്കുന്നത്. അപ്പൊ ഇവിടെ എന്താണ് ചോദ്യം? ഇവിടെ ലെങ്തും ബ്രെഡ്ത്തും ഒക്കെ തന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ ടോട്ടൽ ഇത് 5 ആണ്, ഇവിടെ 7 ആണ് എന്നൊക്കെ തന്നിട്ടുണ്ട്. Denote the length of the sides of the squares as x centimeters and write the lengths of the 3 edges of the box in the terms of x. അപ്പൊ ഇതില് നീളമുണ്ട്, വീതിയുണ്ട്, ഉയരമുണ്ട് അല്ലെ. അപ്പൊ ഈ ഒരു ബോക്സിന് എന്തുണ്ട്? നീളമുണ്ട്, വീതിയുണ്ട്, ഉയരമുണ്ട്. അതൊക്കെ എക്സ് ടേംസിൽ ഒന്ന് എക്സ്പ്രസ് ചെയ്യാനാണ് പറയുന്നത്. അപ്പോ എത്ര ഭാഗം കട്ട് ചെയ്തു നമുക്ക് അറിയില്ല. സോ ലെറ്റ് ഇറ്റ് ബി എക്സ്. ഇതൊരു സ്ക്വയർ ആണ് അല്ലെ, ഒരേ ഭാഗമായിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. ഇത് എക്സ് ആണെങ്കിൽ 4 വശം എന്തായിരിക്കും? എക്സ് ആണ്. ഇത് എക്സ്. അപ്പൊ ടോട്ടൽ ഇവിടെ 7 ആണ്, 7 സെന്റിമീറ്റർ ആണ്. ഈ 7 സെന്റിമീറ്ററിന്
ലെഫ്റ്റ് സൈഡിൽ നിന്നും റൈറ്റ് സൈഡിൽ നിന്നും എക്സ് പോയി. അപ്പോൾ ഇവിടെ ഇനി ബാക്കിയുള്ളത് എന്താണ്? 7 എക്സ് പോയി 2x പോയി. അപ്പൊ അതിന്റെ ലെന്ത് എത്ര കിട്ടി? 7 - 2x കിട്ടിയല്ലോ. ഇനി ഇവിടെ താഴെയല്ല, വീതിയിൽ 5 ആണ്. ഇവിടെയും അതേപോലെ തന്നെ എക്സ് കട്ട് ചെയ്ത് കളഞ്ഞു. അപ്പൊ ഇവിടെ എക്സ് പോയി, ഇവിടെ എക്സ് പോയി. അപ്പൊ വീതി നമുക്ക് എന്ത് കിട്ടും? 5 2x പോയി. ഓക്കെ. ഇനി ഈ ഒരു ഭാഗം 4 വശത്തും ഈ ഒരു എക്സിനെ മടക്കി ഉയർത്തിയതാണ് ഇവിടെ. ഓക്കെ. അപ്പൊ ഇതാണ് നമ്മളുടെ ഹൈറ്റ് എത്രയാണ്? എക്സ്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ലെങ്ത് ഈസ് ഈക്വൽ ടു 7 - 2x. ബ്രെഡ്ത്ത് ഈസ് ഈക്വൽ ടു 5 - 2x. ഹൈറ്റ് ഈസ് ഈക്വൽ ടു എക്സ് എന്ന് എഴുതാം. ഓക്കെ. എക്സ് ടേംസിൽ അത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി അതിൽ തന്നെ ഒരു ചോദ്യം കൂടി ഉണ്ട്. ഡിനോട്ട് ദ വോളിയം ഓഫ് ദ ബോക്സ് എസ് വി ഓഫ് എക്സ്. അപ്പൊ ഇതിന്റെ വ്യാപ്തം വി ഓഫ് എക്സ് എന്ന രൂപത്തിൽ എഴുതിയിട്ട് എന്ത് ചെയ്യണം? ആൻഡ് റൈറ്റ് ദ റിലേഷൻ ബിറ്റ്വീൻ എക്സ് ആൻഡ് വി ഓഫ് എക്സ് ആസ് ആൻ ഇക്വേഷൻ. നമുക്കറിയാം അല്ലെ, ക്യൂബോയിഡിന്റെ ഇപ്പൊ നമുക്ക് ഒരു വ്യാപ്തം കാണണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? നീളം ഇൻറ്റു വീതി ഇൻറ്റു ഉയരം നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. അപ്പൊ ലെങ്ത് നമ്മൾ കണ്ടുപിടിച്ചു 7 - 2x. ബ്രെഡ്ത്ത് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തു 5 - 2x. ഹൈറ്റ് ആണെങ്കിൽ എക്സ്. അപ്പൊ ഈ ഒരു ഫോമില് നമ്മൾ ആൾജിബ്രിക് എക്സ്പ്രഷൻ ആയി ഇതിനെ വി ഓഫ് എക്സിനെ എക്സ്പ്രസ് ചെയ്തു. ഓക്കെ. അത്രയാണ് അവിടെ പറഞ്ഞിട്ടുള്ളൂ. ഇനി ലാസ്റ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ. റൈറ്റ് എ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ. നമ്മൾ ഇതുവരെ ചെയ്തത് ഫസ്റ്റ് ഡിഗ്രിയാണ്. അപ്പോൾ ഒരു പ്രാവശ്യം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? സെക്കൻഡ് ഡിഗ്രി ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക? സെക്കൻഡ് ഡിഗ്രി ഒന്ന് എഴുതി വെക്കുക. ഫസ്റ്റ് ഡിഗ്രി നമ്മൾ എന്തായിരുന്നു? ax + b ആയിരുന്നു. സെക്കൻഡ് ഡിഗ്രി എന്താണ്? ax² + bx + c. ഇതാണ് നമ്മളെ ജനറൽ ഫോം അല്ലെ. ഫസ്റ്റ് ഡിഗ്രി എന്തായിരുന്നു? ax + b. സെക്കൻഡ് ഡിഗ്രി എന്താണ്? ax² + bx + c. ഇവിടെ പവർ കണ്ടില്ലേ? 2 അല്ലെ. 2 വരും. സെക്കൻഡ് ഡിഗ്രിയിൽ 2 വരും. ഇനി എന്താ ചോദ്യം? with p of 0 is equal to 0. x 0 കൊടുക്കുമ്പോൾ p of 0 എന്താണ്? x 0 ആവുമ്പോൾ p of 0 എന്താണ്? 0 ആണ്. ഇപ്പൊ നമുക്ക് കൊടുത്തു നോക്കാം അല്ലെ. അപ്പോൾ p of 0 is equal to x ഉള്ളിടത്തൊക്കെ 0 കൊടുക്കുക. 0² + b × 0 + c. അപ്പോൾ 0 = c. c വാല്യൂ നമുക്ക് എന്ത് കിട്ടി? 0 എന്ന് കിട്ടി. അവിടെ നിൽക്കട്ടെ. സി അവിടെ കിട്ടി. ഇനി നെക്സ്റ്റ് പി ഓഫ് 1 ഈസ് ഈക്വൽ ടു 2. ഇതിൽ തന്നെ നമുക്ക് പി ഓഫ് 1 2 കൊടുക്കാം. 2 ഈസ് ഈക്വൽ ടു എക്സിന്റെ വാല്യൂ എന്ത് കൊടുക്കാനാണ് പറയുന്നത്? 1² + ബി ഓഫ് 1 + സി. ഇവിടെ സി എന്താണ്? ഇവിടെ നമുക്ക് ഇവിടെ വേണമെങ്കിൽ 0 കൊടുക്കാം. അപ്പൊ ഈ ഇക്വേഷൻ എന്തായി മാറി? a + b. a + b നമുക്ക് എന്ത് കിട്ടി? 2 എന്ന് കിട്ടി. ഓക്കെ. ഇനി പി ഓഫ് 2 ഈസ് ഈക്വൽ ടു 6. അപ്പോൾ ഒരു ഇക്വേഷൻ കൂടി നമുക്ക് കിട്ടും. പി ഓഫ് എന്താണ്? 2 എന്ന് പറയുന്നത് 6 ആണ്. അപ്പോൾ 6 ഈസ് ഈക്വൽ ടു എക്സിന്റെ വാല്യൂ എന്താണ്? 2 ആണ്. 2² + ബി ഓഫ് 2 + സി 0 ആണ്. അവിടെ കൊടുക്കുക. 6 ഈസ് ഈക്വൽ ടു 2² എന്ന് പറഞ്ഞാൽ 4 4a + 2b. ഇക്വേഷൻ 2 ഇക്വേഷൻ കിട്ടി. ഓക്കെ. ഇനി നമ്മളോട് സെക്കൻഡ് ഡിഗ്രി എഴുതാനാണ് പറയുന്നത്. സെക്കൻഡ് ഡിഗ്രി ഒക്കെ നമ്മുടെ കയ്യിലുണ്ട്. ഇക്വേഷൻ നമ്പർ നമ്മൾ സ്റ്റാർ എന്ന് കൊടുക്കാം. ഇതാണ് നമ്മളുടെ മെയിൻ ഇക്വേഷൻ. ഇതിൽ നമ്മൾ ABC കൊടുക്കണം. സി നമുക്ക് അവിടെ കിട്ടി, പക്ഷെ ABC കിട്ടിയില്ല, അല്ല AB കിട്ടിയിട്ടില്ല. സോ AB കിട്ടാൻ എന്താണ് ഒരു വഴി? നമ്മൾ രണ്ട് പെയർ നമുക്ക് കിട്ടി അല്ലേ. ആ ഇക്വേഷൻ ഒന്ന് സോൾവ് ചെയ്യുക. 4a + 2b ഈസ് ഈക്വൽ ടു 6 നമ്മളൊരു ഇക്വേഷൻ ആണ്. a + b ഈസ് ഈക്വൽ ടു 2 നമ്മൾ വേറൊരു ഇക്വേഷൻ ആണ്. ഇനി ഇതുവരെ നമ്മൾ ചെയ്തതിലൊക്കെ പെയർ ഓഫ് ഇക്വേഷനിൽ ഏതെങ്കിലും രണ്ട് ബിയോ അല്ലെങ്കിൽ എയോ നമുക്ക് സെയിം ആയിട്ട് കിട്ടിയെന്ന് നമ്മൾ സബ്ട്രാക്ട് ചെയ്ത് കളഞ്ഞു. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇപ്പൊ നമുക്ക് ഏതെങ്കിലും ഒരു ടേമിനെ നമുക്ക് സെയിം ആക്കണം. ഇപ്പൊ ഞാൻ ഫസ്റ്റ് ടേമിനെയാണ് സെയിം ആക്കുന്നത്. എന്തായാലും ഒന്ന് എലിമിനേറ്റ് ചെയ്ത് കളയണ്ടേ. അപ്പൊ ഞാൻ സെക്കൻഡ് ഇക്വേഷനെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഈ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ ഗുണം? നമുക്കിവിടെ 4 കിട്ടും.
അല്ലേ? അപ്പോൾ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൊത്തം ഇക്വേഷനെ നമ്മൾ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഇവിടെ 4, ഇവിടെ 4, ഇവിടെ 2 × 4 എന്തായി? 8 ആയി. ഇനി ഒന്ന് സബ്ട്രാക്ട് ചെയ്ത് നോക്കൂ. ഇതെന്തായും എലിമിനേറ്റ് ചെയ്ത് പോകും. ഇനി 2b 4b പോയാൽ 2b മൈനസ് 4b എന്ന് പറഞ്ഞാൽ മൈനസ് 2b ആണ് അല്ലേ? 2 4 പോവില്ല. അപ്പൊ വലുതിന്ന് ചെറുത് കുറച്ചിട്ട് വലുതിന്റെ സൈൻ ഇടുക. ഈക്വൽ ടു 6 മൈനസ് 8. 6 8 പോവില്ല. 8 6 കുറച്ചിട്ട് 8 സൈൻ ഇടുക. 8 ഗ്രേറ്റർ ആണ്. അപ്പോൾ ഗ്രേറ്ററിന്റെ സൈൻ ഇട്ടു. സോ ഇവിടെ b ഈസ് ഈക്വൽ ടു എന്ത് കിട്ടി? മൈനസ് മൈനസ് ക്യാൻസൽ ആയി. ബിന്റെ വാല്യൂ എത്രയായി? 1 കിട്ടും അല്ലേ? ബിന്റെ വാല്യൂ എത്രയായി? 1 കിട്ടി. ഈ ബിന്റെ വാല്യൂ മാത്രം മതിയോ നമുക്ക്? അല്ല. എന്ത് കൊടുക്കണം? ഇനി കൊടുക്കണം എന്റെ വാല്യൂ കൂടി കൊടുക്കണ്ടേ? അപ്പൊ അത് ആദ്യം നമ്മൾ ഫൈൻഡ് ചെയ്യണം. അപ്പൊ എന്റെ വാല്യൂ നമ്മൾ ഇതിൽ കൊടുക്കാം അല്ലേ? നമ്മുടെ ഫസ്റ്റ് ഇക്വേഷനിൽ. അപ്പൊ a പ്ലസ് ബി ഈസ് ഈക്വൽ ടു 2. ബിന്റെ വാല്യൂ അവിടെ 1 കൊടുത്താൽ a ഈസ് ഈക്വൽ ടു 2 മൈനസ് 1 1 കിട്ടി. എയും കിട്ടി, ബിയും കിട്ടി. ഇനി എയും ബിയും സിയും ഒക്കെ കിട്ടിപ്പോ. ഇനി ഇതിലാ കൊടുക്കേണ്ടത്? ലാസ്റ്റ് ഫോം നമുക്ക് ഈ ഒരു സ്റ്റാർ എന്ന് പറഞ്ഞ ഈ ഇക്വേഷനിൽ കൊടുക്കണം. അപ്പൊ നമ്മളുടെ പി ഓഫ് എക്സ് എന്ത് കിട്ടും? എന്റെ വാല്യൂ 1 ആണ്. 1 × x²x². ബിന്റെ വാല്യൂ 1 ആണ്. 1 × x വെറും x. സി പിന്നെ 0 ആണ്. അപ്പൊ കൊടുത്തിട്ട് കാര്യമില്ല. അപ്പൊ പി ഓഫ് എക്സ് നമുക്ക് എന്ത് കിട്ടി? അവിടെ x² + x കിട്ടി. ഇതാണ് നമ്മളുടെ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ. സെക്കൻഡ് ഡിഗ്രി ഒരു തവണയെ ചോദിച്ചിട്ടുള്ളൂ. പക്ഷെ എന്നാലും ഒന്ന് ചെയ്ത് പഠിക്കുക. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കമൻറ്റിൽ എന്തെങ്കിലും കമൻറ്റ് ബോക്സ് ഉണ്ട് നമുക്ക്. കമൻറ്റ് ബോക്സ് എന്തിനാണ്? നമുക്ക് ഡൗട്ട് ചോദിക്കാനാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതിൽ ചോദിക്കാം. അതേപോലെ തന്നെ നല്ലോണം പ്രാക്ടീസ് ചെയ്ത് പഠിക്കുക. ഓക്കെ, അപ്പം ഇനി ഇതേപോലെ തന്നെ നമുക്ക് ചാപ്റ്റർ വൈസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒരുപാട് ചെയ്യാനുണ്ട്. അപ്പം ഇനി ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. താങ്ക് യു.